ഹലോ, കറ്റത്ത് കിളിക്കൂടിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന് സുധീഷും ഹരീഷും പോയിട്ട് ഒരു സ്കൂട്ടറൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ അത് അവിടെ ഇരിപ്പായി, ഇങ്ങനെ നല്ല സൂക്ഷിച്ച് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ ചോദിക്കുന്നുണ്ട് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത്, എന്തോടാ പഴയ വണ്ടിയാണെന്നല്ലോ, പിന്നെ നിങ്ങൾ പുതിയ വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ പോയി എടുക്കാനൊക്കെ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് നോക്കുമോ, കണ്ടീഷനാണെന്നറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സുധീഷ് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതിനൊരു 30,000 രൂപ കൊടുക്കണമെന്നാണ് അതിൻ്റെ ആ ഒരു ഓണർ പറയുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, 25,000 രൂപയ്ക്ക് ഉറപ്പിക്കാമെന്ന് പറയുന്നു. അങ്ങനെ 25,000 രൂപയ്ക്ക് ആ വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷിൻ്റെ ഇത്രയും കാശുണ്ടോ? എടാ നീ എന്നാൽ ഞാൻ സ്കൂട്ടി വാങ്ങാൻ വെച്ചിരുന്ന 25,000 രൂപ എടുത്ത് ആ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കൊടുത്തിട്ടില്ലേ കേട്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കാശിന് വല്ല ബുദ്ധിമുട്ട് വരുമായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷിൻ്റെ ആവശ്യത്തിനല്ലല്ലോ, സുധീഷിൻ്റെ ആവശ്യത്തിന് തന്നെ ആ ക്യാഷ് കൊടുത്ത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം നീ ഇങ്ങോട്ട് നീ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നോണം എന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുതലാളി അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പൈസ കൊടുക്കാതെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ലേ സാറേ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞ് 10,000 രൂപ മുതലാളി അങ്ങ് ഏൽപ്പിച്ചിട്ട് വണ്ടി എടുക്കാനിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല ഫുൾ ക്യാഷ് കൊടുക്കാതെ വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു നിയമമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, സാറേ ഇപ്പോൾ ഇത് പിടി, ഞാൻ ഉടൻ തന്നെ ബാക്കി ക്യാഷ് കൊണ്ടുതരാം, ഇപ്പോൾ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നീട് അങ്ങനെയെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ട് അപ്പോൾ ഓണർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബുക്കും പേപ്പറും ഒന്നും തരില്ല, ബാക്കി ക്യാഷ് കൂടെ കൊണ്ടുവന്നിട്ട് ബുക്കും പേപ്പറും തരാം. അങ്ങനെയൊക്കെ ഒരുവിധം പറഞ്ഞ് സംഭവിച്ച് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോരുവാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പോൾ ഹരീഷ് പറയണം, രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല, ഇവിടുന്ന് എനിക്കെല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത്. വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ സുധീഷിന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, അതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിത്തന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ പറയുന്നത് ഹരീഷേട്ടനല്ല വേറെ വല്ലവരും വിശ്വസിക്കുമോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഭാസ്കരനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എനിക്കാണോ വണ്ടി, പിന്നെ നിങ്ങൾക്ക് വണ്ടി മേടിച്ച് തരാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷിനൊക്കെ സന്തോഷമാകുന്നുണ്ട്, നല്ല വണ്ടിയാണ്, എന്തായാലും മോൾക്ക് സന്തോഷമാകും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിധി ഉറക്കം എണീറ്റിട്ടില്ല, അതിന് മുമ്പ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു നല്ല തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് മൂടിയിടാനാണ് പറയുന്നത്, നല്ല പട്ട് പോലുള്ളൊരു തുണി. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇവിടെ പട്ട് പോലെ തുണിയൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയി വാങ്ങേണ്ടി വരും എന്നൊക്കെ ഹരീഷ് പറയണം. അതല്ല പറഞ്ഞാൽ നല്ലൊരു തുണി എടുത്തിട്ട് മുകളിൽ സർപ്രൈസ് മൂടി വെച്ചിട്ട് കാണിക്കാനൊക്കെയാണ്. അങ്ങനെ നികേഷ് ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് മൂടിയിടുമ്പോൾ സുധീഷിനത് പിടിക്കുന്നില്ല എന്തായാലും. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാൻ പോയി ഏട്ടത്തെ വിളിച്ചുകൊണ്ട് വരാം. വേണ്ട, നീയല്ല വിളിക്കൊണ്ട്, ഞാൻ പോയി വിളിച്ചോളാം, ഞാനല്ലേ പൈസ ചിലവാക്കിയത്, അപ്പം ഞാൻ തന്നെ പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് പോയി നിധിയെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കയ്യിലൊക്കെ പിടിക്കുകയൊക്കെ ചെന്നിട്ട് വീഴാൻ ഭാവിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പഴയ തുണിയുണ്ട്, അതെടുത്ത് മാറ്റാനായിട്ട് നികേഷ് പറയുന്നു. പക്ഷേ നിധി പറയുന്നത്, ഞാനിപ്പോൾ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ് കണ്ണങ്ങ് തുറക്കുമ്പോൾ ഈ ഒരു പഴയ തുണിയായിരുന്നു, കീറിയൊക്കെ അവിടെ അരുമൂലയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിനങ്ങ് ദേഷ്യം വരുവാണ്, നീ എന്തിനാണ് ഇപ്പോൾ ഇതെടുത്ത് മാറ്റി, അത് ഞാൻ തുണി എടുത്ത് തുണി വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ നിധിക്ക് ഭയങ്കര ഇത് ആർക്കായി വണ്ടി, നികേഷിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹരീഷിന് വേറെ വണ്ടിയുണ്ടല്ലോ, അപ്പോൾ ആർക്കാന്നൊക്കെയുള്ള രീതി നിധി ചോദിക്കുന്നു. അപ്പോൾ ഇത് നിധിക്കാണെന്ന് പറയുകയാണ്. അപ്പോൾ നിധി, എനിക്കോ, ഇതാരാ വാങ്ങിയത്? അപ്പോൾ സുധീഷ് പറയുന്നത്, ഞാനാ വാങ്ങിയത്. അപ്പം നിധിയുടെ ഒരു മുഖം വല്ലാതൊക്കെ കാണിക്കുന്നു. എന്തിനാണ് സുധീഷ് ഇപ്പോൾ ഈ പൈസ ചിലവാക്കിയത്? ഞാൻ പറഞ്ഞോ, തന്നോട് ആവശ്യപ്പെട്ടോ എനിക്കിപ്പോൾ ഒരു വണ്ടി വേണം? അതല്ല, നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണൊരു അതിലും വലിയൊരു സർപ്രൈസ് പുറത്ത് വരുന്നത്. അത് അപ്പോൾ ഓടിച്ചു നോക്കാൻ പറയുകയാണ് നിധി എടുത്ത്. മോളെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ വണ്ടി, സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. അതിന് സുഭാഷ് ഏട്ടൻ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോഴത്തേക്കും സുധീഷ് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. വണ്ടി ഓടിക്കാൻ അറിയില്ലേ, എന്നിട്ടാണ് ഇത്രയും വീമ്പിളക്കിയത്, അന്ന് ഞാൻ ആദ്യമേ സ്കൂട്ടർ മേടിക്കും, പിന്നെ ബൈക്ക് മേടിക്കും, പിന്നെ കാറ് വാങ്ങിക്കും, ജോലി കിട്ടുന്നൊക്കെ, വീട്ടിൽ ഇത്രയും വണ്ടി കൊണ്ടാണെങ്കിൽ ഇതുവരെ സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അങ്ങ് കളിയാക്കണം കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്ന, ഏട്ടത്തി ഒന്നും പ്രശ്നമല്ല, പെട്ടെന്ന് തന്നെ സ്കൂട്ടർ ഓടിക്കാനായിട്ട് പഠിക്കാം, അതിന് സൈക്കിൾ ബാലൻസ് മതി. അപ്പോൾ നിധി പറയുന്നു, അയ്യോ എനിക്ക് സൈക്കിളും അറിയില്ല. അപ്പോഴത്തേക്കും സുധീഷ് ഭയങ്കരമായിട്ട് കളിയാക്കി അങ്ങ് ചിരിക്കുകയാണ് ഒരു പറഞ്ഞിട്ട്. അപ്പോൾ സുഭാഷ് ഒന്നല്ല, നീ ഒന്ന് അടങ്ങിയിരി. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങളെന്തിനും ഇത്രയും കളിയാക്കി ചിരിക്കുന്നത്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു, ഇത്രയും കളിയാക്കി ചിരിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് നിധി പറയാണ്. ലാസ്റ്റ് പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങണം. അപ്പോൾ നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ, ബാ നീ ഇതൊന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ സുധീഷേ വേണ്ട, ഞാനല്ലേ വണ്ടി വാങ്ങിയത്, അപ്പം ഞാൻ തന്നെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കയറി സുധീഷ് തന്നെ വണ്ടി പഠിപ്പിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു സീനിലോട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇനിയിപ്പോൾ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും കറ്റത്തേക്കിൽ കൂടെ മിസ് ചെയ്യരുത്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ചാനലാണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ വരുന്ന പ്രൊമോ വിശേഷങ്ങളും ഒക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.